ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ ദോശയല്ല, സാധാരണ നമ്മൾ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് അരച്ച് തലേദിവസം അരച്ച് പുളിപ്പിച്ചിട്ടൊക്കെ അല്ലേ ദോശ ഉണ്ടാക്കാറ്. ഇന്ന് അങ്ങനെയുള്ള ദോശയല്ല കേട്ടോ, വ്യത്യസ്തമായ രീതിയിൽ വളരെ രുചികരമായ ഒരു ദോശയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്ക് ദോശ ഉണ്ടാക്കണമെന്ന് തോന്നി, അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഉഴുന്നില്ലെങ്കിലും നമുക്ക് നല്ല ദോശ ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയായ നല്ല ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉഴുന്നില്ലാത്ത ഈ ദോശ ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന അരി പച്ചരിയാണ് കേട്ടോ. ഞാനൊരു 4 കട്ടൂരി പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കട്ടൂരി തോരപ്പരിപ്പ്, നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ, അര കട്ടൂരി സാമ്പാർ പരിപ്പ്, അര കട്ടൂരി കടലപ്പരിപ്പ്, സാധാരണ നമ്മൾ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് അര കട്ടൂരി, ഒരു 1/4 ടീസ്പൂണ് ഉലുവ. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ കഴുകി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ ഇന്ന് രാത്രിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. നാളെ നമുക്ക് രാവിലെ ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റു നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കുതിർന്ന അരിയും പരിപ്പുകളൊക്കെ നമുക്ക് ഒന്നും കൂടി കഴുകി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരിയും പരിപ്പൊക്കെ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് സാധനം കൊണ്ട് നമുക്ക് ചേർക്കാനുണ്ട്. നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി, അതും ഒരു 2-3 ടേബിൾ സ്പൂണ് തേങ്ങ. ഈ തേങ്ങയും ഉള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. 2-3 വറ്റൽമുളകും കുതിർത്ത് അതും ചെറിയ കഷ്ണങ്ങളാക്കി, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മൾ ഇത് പുളിക്കാനൊന്നും വെക്കുന്നില്ല, ഇപ്പോൾ തന്നെ അരച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. അല്പം ചെറുതായിട്ടുള്ളൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് 1/2 കപ്പ് മോരൊഴിച്ച് അരയ്ക്കുന്നുണ്ട്. പോരാത്ത നമുക്ക് സാധാരണ പച്ചവെള്ളം കൊണ്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ അരച്ച് കൊണ്ടുവന്നു കേട്ടോ. സാധാരണ ദോശമാവ് അരയ്ക്കുന്ന മാതിരി തന്നെ നല്ല പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു കുഴൽ വെച്ച് നമുക്ക് നല്ലപോലെ ദോശയുടെ പാകത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അത് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ദോശത്തവ അടുപ്പത്ത് വെച്ചു. നല്ലപോലെ ചൂടായപ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അല്പം വെള്ളം തളിച്ച് ഒരു തുണി കൊണ്ടോ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ നല്ലപോലെ തുടച്ച് നമുക്ക് സാധാരണ ദോശമാവ് പരത്തുന്ന മാതിരി ഒരു കുഴലിൽ 1.5 കുഴൽ മാവ് ഒഴിച്ചതാ പരത്തിയിട്ടോ. അടിഭാഗം ഒന്ന് മൊരിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് നെയ്യോ എണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾക്ക് അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അടിഭാഗം ഒന്ന് മൊരിയാൻ തുടങ്ങുമ്പോൾ, ബബിൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അടിഭാഗമൊക്കെ ഒരുവിധം മൊരിയാൻ തുടങ്ങിയപ്പോൾ നമുക്കതൊന്ന് മറിച്ചിടാം കേട്ടോ. സാധാരണ ദോശ മറിച്ചിടുന്ന മാതിരി തന്നെ നമുക്ക് പെട്ടെന്ന് മറിച്ചിടാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒട്ടി പിടിക്കണമൊന്നുമില്ല. നല്ല ദോശയായിട്ട് കിട്ടിയതാ, മറിച്ചിട്ടു. നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് ആ ഭാഗം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയായ ദോശയായിട്ട് കിട്ടി കേട്ടോ. മറിച്ചിട്ട ഭാഗം നല്ലപോലെ ഒന്നും മൊരിഞ്ഞ് വന്നപ്പോൾ നമുക്കത് തവയിൽ നിന്നും മാറ്റാം കേട്ടോ. അത് കേട്ടോ, നല്ല ക്രിസ്പിയായ നല്ല ടേസ്റ്റി ദോശയായിട്ട് കിട്ടി കേട്ടോ. ഇനി ഒരെണ്ണം കൂടി ഇതുപോലെ കാണിക്കാം കേട്ടോ. അത് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കി മാവ് പരത്തിയതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കണം കേട്ടോ. ദോശ എടുത്തതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലാക്കി വെള്ളം തളിച്ച് കൊടുത്ത് ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തുണിയെടുത്ത് തുടച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്ക് മാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. രണ്ടാമത്തെ ഒരു ദോശയും കൂടി മാവ് ഒഴിച്ച് പരത്തുകയാണ് കേട്ടോ. സാധാരണ ദോശ പരത്തുന്ന മാതിരി തന്നെ നല്ലപോലെ ഒന്ന് പരത്തുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അത് പരത്തി കഴിഞ്ഞാൽ നമുക്കത് ഹൈ ഫ്ലെയിമിലാക്കാം. അപ്പോഴാണ് ദോശ നന്നായിട്ട് പരത്താനും മൊരിയാനായിട്ട് പറ്റുള്ളൂ. പരത്തുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും ദോശ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. പരത്തി കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. പരത്തി കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടിഭാഗമൊക്കെ ഒന്ന് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്.
ആ സമയത്ത് നമുക്കതിലേക്ക് ഓയിൽ, നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുത്ത് ഇത് തവ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തവയൊന്ന് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ചില സ്ഥലത്ത് ചൂട് നല്ലോണം ഉണ്ടാവും, ചില സ്ഥലത്ത് ചൂടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ദോശത്തവ പിടിച്ചിട്ട് അതൊക്കെ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് പിടിച്ച് എല്ലാ സ്ഥലത്തും ഒരുപോലെ ചൂടാക്കാം. അതിന് ശേഷം അടിഭാഗം മുരിഞ്ഞ് വന്നപ്പോൾ ഇതാ ദോശ മറിച്ചിട്ടു, കണ്ടോ? നല്ല ദോശയായിട്ട് കിട്ടിയിട്ടോ. നല്ല കളറും നല്ല ടേസ്റ്റും ആണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ദോശയ്ക്ക്. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ചമ്മന്തിയോ സാമ്പാറോ ഒന്നും നിർബന്ധമില്ല. ഇത് വെറുതെ ആയാലും കഴിക്കാം. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ 4 മണി ചായക്ക് പലഹാരമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സൗകര്യത്തിന് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വീണ്ടും ഞാൻ എന്താ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ദോശയൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അരി ഉഴുന്നും മാത്രം അരച്ചിട്ട് മാത്രമല്ല ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം. നല്ല രുചിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.